എല്ലാവർക്കും നമസ്കാരം. ടെക് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ബൈക്കൊക്കെ റൈഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം പൊതുവെ ബൈക്ക് റൈഡ് ചെയ്യുന്നത് ഹെൽമെറ്റ് ഒക്കെ ധരിക്കേണ്ടി വരും. ഇപ്പൊ നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഹെൽമെറ്റ് വെക്കണം, സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഫൈനും കാര്യങ്ങളും എല്ലാം കൂട്ടിയിട്ടുണ്ട്. കാരണം ഫൈൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഹെൽമെറ്റ് ഇല്ലാതെ പുറത്തിറങ്ങുവാണെങ്കിൽ ഫൈൻ ഏതാണ്ട് 1000 രൂപയാണ് നമുക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അടിക്കുന്നത്. അപ്പൊ പൊതുവെ എല്ലാവരും ഹെൽമെറ്റ് ഇടാൻ പഠിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് തലയിൽ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുടി പൊഴിയുന്നു, ഡാൻഡ്രഫ് ഉണ്ടാവുന്നു, അങ്ങനെ ഒത്തിരി കാരണങ്ങളുണ്ട് ഇങ്ങനെ ആൾക്കാർക്ക് പറയാനായിട്ട്. അപ്പം അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വേറെ ഒന്നുമല്ല, ഹെൽമെറ്റിനെ പറ്റിയാണ്. വെറും ഹെൽമെറ്റ് അല്ല, AC ഉള്ള ഹെൽമെറ്റ്. ഇപ്പൊ നമുക്ക് ഏതൊരു ഹെൽമെറ്റ് കിട്ടിയാലും എങ്ങനെ AC പിടിപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഹെൽമെറ്റ് 1-2 പേരൊക്കെ ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫെഹർ എന്നാണ് ആ കമ്പനിയുടെ പേര്. ഇന്ത്യൻ കമ്പനി ഒന്നും അല്ല. അപ്പൊ ഫെഹർ എന്ന് പറയുന്ന ഈ കമ്പനിയിലെ ഹെൽമെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് $599 ആണ്. അപ്പൊ $599 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ 2 ദിവസം മുന്നേ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു സന്ദീപ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ ഡയറക്ടർ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഡയറക്ടറാണ്. പുള്ളിക്കാരനും ഇതേപോലെ ഒരു AC ഉള്ള ഹെൽമെറ്റ് ഡെവലപ്പ് ചെയ്തായിരുന്നു. അതിന്റെ ടെസ്റ്റ് റണ്ണ് പുള്ളിക്കാരൻ തന്നെ 1 മാസമായിട്ട് പുള്ളി ഓഫീസിൽ പോകുന്നതിനിടയ്ക്ക് യൂസ് ചെയ്ത് അതെങ്ങനെ ഉണ്ടെന്നും അതേപോലെ ഡെവലപ്പ് ചെയ്യാനും ശ്രമിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലല്ലാതെ നമുക്ക് കുറഞ്ഞ ചെലവിൽ എങ്ങനെ നമുക്ക് ഒരു ഹെൽമെറ്റിനെ AC ഉള്ളതാക്കി മാറ്റാം എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ അതിനാവശ്യമുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് മെയിനായിട്ടും വേണ്ടത് ഈ ഒരു പെൽറ്റിയർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. പെൽറ്റിയർ മോഡ്യൂൾ എന്ന് പറയും. അത് നമുക്ക് ആമസോണിലൊക്കെ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ്. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല, പക്ഷെ ഇത് ഇറങ്ങിയ സമയത്ത് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു 1000-400 രൂപ വിലയോളം വരുന്നുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ മെയിൻ പ്രവർത്തനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ പെൽറ്റിയറിന്റെ ഒരു സൈഡ് കണ്ടോ, ഒരു സൈഡ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് തണുപ്പ് ജനറേറ്റ് ആവും. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഫ്രീസ് ആവും. അതേപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടല്ലോ. അപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല ചൂടും ഒരേ സമയവും നല്ല ചൂട് ജനറേറ്റ് ആവും. അപ്പൊ അങ്ങനെയാണ് ഈ പെൽറ്റിയറിന്റെ വർക്കിംഗ്. ഈ പെൽറ്റിയർ നമുക്ക് ഹെൽമെറ്റിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് അതിനാവശ്യമായിട്ട് ഒരു ഫാൻ വേണം. ഒരു ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിനകത്ത് വരുന്ന ഇന്റർകൂളർ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഫാൻ ആണിത്. അതിന് വലിയ വിലയില്ലെന്ന് തോന്നുന്നു. ഇതെന്റെ പഴയ കമ്പ്യൂട്ടറിൽ നിന്ന് ഇളക്കിയെടുത്തതാണ്. അതേപോലെ തന്നെ അപ്പൊ ഈ 2 കാര്യങ്ങൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി. അതുകൂടാതെ നമുക്ക് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പൗണ്ട് ഉണ്ട്. ഇതാണ് ഹീറ്റ് സിങ്ക്. നിങ്ങൾക്ക് പലരും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കാണുമ്പോഴേ മനസ്സിലാവും. അപ്പൊ ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ്. അതുകൂടാതെ ഒരു ഹീറ്റ് സിങ്കും കൂടി വേണം. അത് കുറച്ച് ചെറുതാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചെറുതാണ്. ഇത് വലുത്, ഇത് ചെറുത്, കണ്ടല്ലോ. അപ്പം ഈ ചെറുത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽമെറ്റിന്റെ ഉള്ളിൽ വെക്കാനാണ്. ഈ നമുക്ക് പെൽറ്റിയർ എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്ന് നമുക്ക് വരുന്ന തണുപ്പ് നമുക്ക് ഈ ഒരു ഹീറ്റ് സിങ്കിൽ കൂടെയാണ് നമ്മുടെ ഹെൽമെറ്റിനകത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന, ഞാനിപ്പോ ഡെമോയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു ഹെൽമെറ്റ് എടുത്തത്. ഇപ്പൊ ഈ ഹെൽമെറ്റിന്റെ ഉള്ളില് ആയിട്ടാണ് നമുക്ക് തണുപ്പ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നേരത്തെ എടുത്ത് കാണിച്ച പെൽറ്റിയർ ഉണ്ടല്ലോ, പെൽറ്റിയർ ഒന്നുകൂടി കാണിക്കാം. നമുക്ക് ഈ പെൽറ്റിയറിന്റെ സൈസില് ഈ കാണുന്ന പെൽറ്റിയർ ഉണ്ടല്ലോ, ഈ പെൽറ്റിയറിന്റെ സൈസിൽ നമുക്ക് ഈ ഹെൽമെറ്റിന്റെ മണ്ടയ്ക്കായിട്ട് നമുക്കൊരു സ്ക്വയറിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കണം. നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കാരണം ഈ പെൽറ്റിയർ കുറച്ച് ഉള്ളിലോട്ടൊന്ന് ഇറക്കി വെക്കണം. പെൽറ്റിയർ എങ്ങനെ വെക്കണ്ടെന്നും കൂടി ഉണ്ട്. നമ്മൾ ചുമ്മാ എങ്ങനെയും പെൽറ്റിയർ വെച്ചിട്ട് കാര്യമില്ല. പെൽറ്റിയറിന്റെ ഒരു സൈഡ് ചൂടും ഒരു സൈഡ് തണുപ്പുമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ തണുപ്പുള്ള ഭാഗം അകത്തോട്ടും ചൂടുള്ള ഭാഗം പുറത്തോട്ടും വേണം ഇരിക്കാൻ. അപ്പൊ അങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു പെൽറ്റിയറും സിങ്കുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. അത് അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തെർമൽ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു പേസ്റ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. ആമസോണിലും കിട്ടും, അല്ലെങ്കിൽ ചില കമ്പ്യൂട്ടറിന്റെ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. കാരണം നമ്മുടെ കമ്പ്യൂട്ടറിലെ പ്രൊസസ്സറും
ഹീറ്റ് സിങ്കും കൂടി ഒട്ടിക്കാൻ നമ്മൾ തെർമൽ പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ തെർമൽ പേസ്റ്റ് പെൽറ്റിയറിന്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഹീറ്റ് സിങ്ക് ഉണ്ടല്ലോ, നമ്മളെ വലിയ ഹീറ്റ് സിങ്ക് ആ പെൽറ്റിയറായിട്ട് വെച്ച് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സിങ്ക് നമ്മുടെ ഹെൽമെറ്റായിട്ട് ഒന്ന് നമ്മൾ സ്ക്രൂ ചെയ്ത് ഒന്ന് പിടിപ്പിക്കണം, ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ അത് ഊരി എന്റെ പാട്ടിന് പോകും. പെൽറ്റിയർ ഇവിടെ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ഈ പെൽറ്റിയറിന്റെ സൈസിൽ ഒന്ന് വെട്ടിയെടുത്ത് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാകണം. അപ്പം അത് ചെയ്തതിന് ശേഷം നമ്മുടെ പെൽറ്റിയർ ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മൾ വലിയ സിങ്ക് ഉണ്ടല്ലോ, നേരത്തെ കാണിച്ച ഹീറ്റ് സിങ്ക്, ആ ഹീറ്റ് സിങ്ക് ഇതിനെ മണ്ടയ്ക്കായിട്ട് വെക്കുക. ഈ ഒരു സൈഡ് ഹീറ്റ് ആയിരിക്കും, പെൽറ്റിയറിന്റെ ഇപ്പുറത്തെ സൈഡ് നല്ല തണുപ്പുമായിരിക്കും. അപ്പൊ തണുത്ത വശമായിരിക്കണം ഹെൽമെറ്റിന്റെ ഉള്ളിലേക്ക് പോകാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മുടെ ഹീറ്റ് സിങ്ക് വെക്കുക. ഹീറ്റ് സിങ്ക് വെച്ചതിന് ശേഷം അതിന്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഇന്റർകൂളറിന്റെ ഫാൻ ഉണ്ടല്ലോ, അപ്പൊ അത് നമുക്ക് വെച്ചു കൊടുക്കേണ്ട ഒരു പണിയും കൂടി ഉണ്ട്. കാരണം ഈ സൈഡിൽ നിന്ന് വരുന്ന, അപ്പൊ പെൽറ്റിയറിന്റെ മറ്റേ സൈഡിൽ നിന്ന് വരുന്ന ഹീറ്റിനെ നമുക്ക് വായുവിലോട്ട് കളയേണ്ട ഒരു പരിപാടി കൂടി ഉണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ പെൽറ്റിയറിന്റെ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന തണുപ്പ് നല്ലപോലെ കിട്ടത്തുള്ളൂ. അപ്പൊ അത് മെയിൻ ഒരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എ സിയുടെ ഒരു ബിൽഡിംഗ് എന്ന് തന്നെ പറയാം. ഇത് പിന്നെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ കുറയും. കാരണം ഹീറ്റ് സിങ്ക് നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പൊ ആ ഒരു ഡിസൈൻ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇത് കുറച്ച് കൊമേഴ്ഷ്യൽ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഉള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് സിങ്ക് ഒക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പൊ ആ കമ്പനികളുടെ അടുത്തൊക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഹെൽമെറ്റിന് പറ്റുന്ന രീതിയിലുള്ള നല്ല ഹീറ്റ് സിങ്ക് ഒരു മോഡൽ തന്നെ അവരുണ്ടാക്കി തരും. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതൊരു ബൾക്കി ഫീൽ ഒന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ ഹെൽമെറ്റ് വെച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതെന്താ ഒരു അന്റിഗ്രേവ് ജീവി വല്ലോ ആണോ പോകുന്നതെന്നോ വല്ലോ ആൾക്കാർ പറയും. അപ്പൊ നമ്മുടെ ഹെൽമെറ്റിന്റെ പുറത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടത് നമ്മുടെ ഒരു ചെറിയ ഹീറ്റ് സിങ്ക് ആണ്. അപ്പൊ ഹീറ്റ് സിങ്ക് നമ്മുടെ ഹെൽമെറ്റിന്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കേണ്ട ഒരു പരിപാടിയുണ്ട്. അത് നമ്മുടെ പെൽറ്റിയറിന്റെ ഓപ്പോസിറ്റ് സൈഡുമായിട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ആ പെൽറ്റിയറിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് വരുന്ന അല്ലെങ്കിൽ തണുപ്പ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈഡാണ്. അപ്പൊ അതും ആ ഒരു പെൽറ്റിയറിന്റെ സൈഡും നമ്മുടെ ഈ ഒരു ഹീറ്റ് സിങ്ക്, നേരത്തെ ഹീറ്റ് സിങ്ക് ഒട്ടിച്ച പോലെ തന്നെ തെർമൽ പേസ്റ്റ് വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഈ ഒരു പോർഷനിലായിട്ട് വരും നമ്മുടെ ഈ ഒരു ഹീറ്റ് സിങ്ക്, അതും നല്ലപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ആ ഒരു പോർഷൻ കൂടി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ എ സിയുടെ പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു തണുപ്പ് നമ്മുടെ ഹെൽമെറ്റിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ചെറിയ ഹീറ്റ് സിങ്ക് വഴി അകത്തോട്ട് വരും. അവിടെ മാത്രം നിന്നാൽ പോരല്ല, നമ്മുടെ ആ ഒരു കിട്ടുന്ന തണുപ്പ് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യേണ്ട ഒരു പരിപാടി കൂടിയുണ്ട്. അപ്പൊ അതിന് നമ്മൾ അകത്തൊരു ഫാൻ യൂസ് ചെയ്യാം എന്നൊക്കെ ഒരു ഐഡിയയിലോട്ട് വന്നു. പക്ഷെ അതിനും കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ഒരു പോർഷനിൽ ഒരു ഫാൻ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈസി ടാസ്ക് അല്ല. കാരണം നമ്മുടെ മുടി ഉരുങ്ങും അത് കറങ്ങുമ്പം. അതേപോലെ തന്നെ നമുക്ക് ഹെൽമെറ്റിനകത്ത് സ്പേസ് കാണത്തില്ല, പ്രോപ്പറായിട്ട് ഹെൽമെറ്റ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഈ ഹെൽമെറ്റിനകത്ത് ഒരു ഫാൻ വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഫാന് 2-3 ടൈപ്പ് മോഡലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു മോഡലിലുള്ള ഫാൻ ഒരു ഇന്റർകൂളർ ആണ്. അപ്പം ഈ ഒരു ടൈപ്പ് ഇന്റർകൂളർ ഫാൻ നമുക്ക് അകത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോവർ ഉണ്ട്. നമ്മുടെ ഒരു ഹെയർ ഡ്രയർ സ്റ്റൈലിലൊക്കെ വരുന്ന ഒരു ഇന്റർകൂളർ ഫാന് കിട്ടും. അപ്പം അതാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം എന്ന് തന്നെ പറയാം. അപ്പൊ അത് എവിടെയായിട്ട് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെൽമെറ്റിന്റെ ഫ്രണ്ട് പോർഷൻ കണ്ടല്ലോ, ഈ ഒരു ഫ്രണ്ട് താടി വരുന്ന ഒരു സൈഡിലായിട്ട് കുറച്ച് ഏറിയ ഒരു ക്യാവിറ്റി ഉണ്ട്. അപ്പം ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ഫാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫാനിന് ഒരു എയർ ഇൻടേക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, എയർ ഔട്ടിലോട്ട് പോകുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരു പോർഷനിൽ നമ്മൾ ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു ഓസ് കണക്ട് ചെയ്യേണ്ടി വരും. അതിന്റെ ആ ഒരു ഫാനിന്റെ വായുമായിട്ട് ഈ ഓസ് കണക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു സൈഡിൽ കൂടെ, പുറത്തൂടല്ല ഉള്ളിൽ കൂടെ ആ ഓസ് എടുത്ത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ആ ഹീറ്റ് സിങ്ക് വെക്കുന്ന ഒരു ഏരിയ ആണ്, ആ ഒരു ഓസ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ആ ഒരു ഇന്റർകൂളർ, ആ ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് ഈ ഒരു ഓസ് വഴി വന്നിട്ട് നമ്മുടെ ഈ ഹീറ്റ് സിങ്കിലോട്ട് അടിക്കും. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഈ ഹീറ്റ് സിങ്കിൽ വരുന്ന തണുപ്പ് ഈ ഒരു ഹെൽമെറ്റിന്റെ ഉള്ളിൽ മൊത്തത്തിൽ സ്പ്രെഡ് ആവാനും കൂടി ഉള്ള ഒരു പരിപാടി നടക്കും. അപ്പം നമ്മുടെ എ സിയുടെ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കറണ്ട് കൊടുക്കേണ്ട പരിപാടി കൂടി ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെൽറ്റിയർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഇന്റർകൂളർ ഫാൻ ഉണ്ട്, അതേപോലെ നമുക്ക് ഹെൽമെറ്റിനകത്ത് വരുന്ന ഒരു ചെറിയൊരു ബ്ലോവർ ടൈപ്പ് ഫാൻ കൂടി ഉണ്ട്.
അപ്പൊ ഇതിന്റെ എല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള വയർ നമ്മുടെ ഹെൽമെറ്റിന് പുറത്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒരേ ഒരു കണക്ഷനിൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അതെല്ലാം കൂടി കണക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ബൈക്കിന്റെ ബാറ്ററിയുമായിട്ട് ഒരു അഡാപ്റ്റർ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുക. അപ്പം തന്നെ നമ്മുടെ ആ ഒരു പെൽറ്റിയറും ഫാനും എല്ലാം വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹെൽമെറ്റ് ഊരി മാറ്റുമ്പോൾ ഈ ഒരു ബാറ്ററിയായിട്ടുള്ള കണക്ഷൻ നമുക്ക് വിടിയിപ്പിക്കേണ്ട ഒരു പരിപാടിയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഹെൽമെറ്റ് ഊരി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഈ ഒരു വയറായിട്ട് അറ്റാച്ച് ആയി കിടക്കും. അതിനുവേണ്ടി നമ്മളൊരു ഫീമെയിൽ പോർട്ടും മെയിൽ പോർട്ടും നമുക്ക് കടയിൽ നിന്ന് മേടിക്കണം. അപ്പൊ അത് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു AC സ്റ്റാർട്ട് ചെയ്യും വർക്ക് ചെയ്യാൻ. അത് ഊരി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വർക്കിംഗ് സ്റ്റോപ്പ് ആവും. അതിനുശേഷം നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഹെൽമെറ്റ് ഊരി വീട്ടിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അത് ആരും അടിച്ചുകൊണ്ട് പോകുന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പൊ ഞാൻ നേരത്തെ നമ്മുടെ വയറിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു വയറിങ്ങും കാര്യങ്ങളും നമ്മൾ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു സ്വിച്ചും കൂടി വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് എപ്പോഴും നമ്മുടെ ആ ഒരു പ്ലഗ് ഊരിയും കുത്തി അത് നശിച്ചു പോകുന്നതിന് പകരം നമുക്ക് ആ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ AC ഓഫ് ചെയ്ത് വെക്കാനും കൂടി പറ്റും. അപ്പൊ നമ്മുടെ ഈ ഒരു AC ഹെൽമെറ്റ് കുറച്ചും കൂടി എഫക്റ്റീവ് ആണെങ്കിൽ കുറെ ഡെവലപ്മെന്റ്, കുറെ വേരിയേഷൻസും ഒക്കെ നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധാ ഹെൽമെറ്റ് വരുമല്ലോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഹെൽമെറ്റിനകത്ത് വരുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് സ്പോഞ്ചും കുറച്ച് തെർമോക്കോളും ഒക്കെയാണ്. അപ്പം ഈ ഒരു സ്പോഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തണുപ്പ് പ്രോപ്പറായിട്ട് സ്പ്രെഡ് ചെയ്യത്തില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ട്യൂബുലാർ സ്പേസർ ഫാബ്രിക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒരു ട്യൂബ് ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ്. ഒരു സൈഡിൽ കൂടെ ഊതി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ കൂടെ കാറ്റ് പുറത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക് ആണ്. അപ്പൊ അത് യൂസ് ചെയ്ത് നമ്മുടെ ഹെൽമെറ്റിനകം മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ സിങ്കിൽ നിന്ന് അല്ലെങ്കിൽ ആ തണുപ്പ് സ്പ്രെഡ് ചെയ്യുന്ന സ്പോട്ടിൽ നിന്ന് നമ്മുടെ ആ തലയ്ക്ക് മുഴുവനെ ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പം ആ ഒരു വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ AC ഹെൽമെറ്റ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇതിനെ പറ്റിയുള്ള ഒരു ഡെവലപ്മെന്റ് ആയിട്ടുള്ള കുറെ വീഡിയോസ് നമ്മൾ ഇടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ഹെൽമെറ്റ് എടുത്ത് ഇത് പ്രോപ്പറായിട്ട് അസംബിൾ ചെയ്ത് നമ്മളൊരു AC ഹെൽമെറ്റും കൂടി ആക്കി എടുക്കാനും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്തെന്ന് ഉറപ്പാക്കുക. മാക്സിമം ഹെൽമെറ്റ് ഒക്കെ വെച്ച് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം.